നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഇതാ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പത്തിന് ഔദ്യോഗികമായി തിരശീല ഉയരുകയാണ്. വരാൻ പോകുന്ന IPL സീസണിന് മുന്നോടിയായി ഫ്രാഞ്ചൈസികൾ അണിയറയിൽ നടത്തുന്ന ആ കറുത്ത ചതുരംഗ കളിയുടെയും മെഗാ ട്രേഡ് അട്ടിമറികളുടെയും പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്. കോടികൾ മറിയുന്ന വമ്പൻ സൂപ്പർ താരങ്ങളുടെ തലവര മാറ്റി എഴുതുന്ന ഈ വമ്പൻ ട്രേഡ് അപ്ഡേറ്റുകൾ കേട്ടാൽ ഏത് ക്രിക്കറ്റ് ആരാധകന്റെയും ബോധം പോകുമെന്ന് ഉറപ്പാണ്. ഋഷഭ് പന്ത് സ്വന്തം തട്ടകമായ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് രാജകീയമായി മടങ്ങിയെത്തുന്നതും ചൈനാമാൻ സ്പിന്നർ കുൽദീപ് യാദവ് ലക്നൌവിലേക്ക് ചേക്കേറുന്നതും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് വെറും തുടക്കം മാത്രമാണ്. ഹർദിക് പാണ്ഡ്യ മുംബൈ വിട്ട് ചെന്നൈയിലേക്കോ കൊൽക്കത്തയിലേക്കോ പോകാൻ ഒരുങ്ങുമ്പോൾ മിസ്റ്റർ ബാറ്റർ സൂര്യകുമാർ യാദവ് KKRലേക്കോ രാജസ്ഥാൻ റോയൽസിലേക്കോ മാറാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. അവിടെയും തീർന്നില്ല. രാജസ്ഥാന്റെ നെടുംതൂണായ യശസ്വി ജയ്സ്വാളിനെ ഏത് വില കൊടുത്തും തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ മുംബൈ ഇന്ത്യൻസ് വല വിരിച്ചു കഴിഞ്ഞു. ജയ്സ്വാളിന് പകരം വരുൺ ചക്രവർത്തിയെ നൽകി രാജസ്ഥാനെ വീഴ്ത്താൻ കൊൽക്കത്തയും രംഗത്തുണ്ട്. ഇഷാൻ കിഷനെയും അർഷ്ദീപ് സിംഗിനെയും മുംബൈ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ശിവം ദുബെയെ മുംബൈക്ക് വിട്ടുകൊടുത്ത് അശുതോഷ് ശർമ്മയെയും ഷെഹബാസിനെയും സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു. അടുത്ത 15-20 ദിവസങ്ങൾക്കുള്ളിൽ IPLന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന ഈ വമ്പൻ ട്രേഡ് യുദ്ധത്തിന്റെ ഇൻസൈഡ് സ്റ്റോറികൾ എന്തൊക്കെയാണ്? സ്പോർട്സ് പിച്ചിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇതിനകം തന്നെ കൺഫേം ചെയ്യപ്പെട്ട ആ 2 വമ്പൻ ഔദ്യോഗിക ട്രേഡുകളിലേക്ക് വരാം. ഡൽഹി ക്യാപിറ്റൽസിന്റെ നെഞ്ചിലെ കനലായ ഋഷഭ് പന്ത് തന്റെ പഴയ തട്ടകത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നത് ആരാധകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. കഴിഞ്ഞ കുറച്ചു സീസണുകളിലായി ഡൽഹി ക്യാപിറ്റൽസിന് നഷ്ടപ്പെട്ട ആ ഒരു അഗ്രസീവ് ലീഡർഷിപ്പും ഫയർ പവറും പന്തിന്റെ തിരിച്ചുവരവോടെ ടീമിന് തിരികെ ലഭിക്കുകയാണ്. പന്തിനെ തിരികെ എത്തിക്കാൻ ഡൽഹി മാനേജ്മെന്റ് നടത്തിയ തന്ത്രപരമായ നീക്കങ്ങൾ ഒടുവിൽ വിജയം കണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലക്നൌ സൂപ്പർ ജെയിൻസ് ആരാധകർക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്ന ഒന്നാണ് ഇന്ത്യയുടെ വിശ്വസ്ത ചൈനാമാൻ സ്പിന്നർ കുൽദീപ് യാദവിന്റെ വരവ്. ലക്നൌവിലേക്ക് കുൽദീപ് യാദവിനെ പോലൊരു വേൾഡ് ക്ലാസ് സ്പിന്നർ പന്തെറിയാനെത്തുമ്പോൾ എതിരാളികൾക്ക് അത് വലിയൊരു കെണിയായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ടീമിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ശക്തമാക്കാൻ കുൽദീപിന്റെ വരവ് ലക്നൌവിന് വലിയൊരു ബൂസ്റ്റാണ്. ഇതിനു പുറമെ രാഹുൽ ചഹാറിനെയും ഗുർജപ്രീത് സിംഗിനെയും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് ബോളിംഗ് നിര കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസ്. ഈ അട്ടിമറി നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് വരാൻ പോകുന്ന സീസണിൽ ഡൽഹിയും ലക്നൌവും ഒരു വമ്പൻ തിരിച്ചുവരവിനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ്. ഇനി നമുക്ക് ഈ ട്രേഡ് അപ്ഡേറ്റിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ആ വലിയ ബോംബിലേക്ക് വരാം. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയും അവരുടെ വിശ്വസ്തനായ മാച്ച് വിന്നർ സൂര്യകുമാർ യാദവ് ഒരേ സമയം മുംബൈ വിടാൻ ഒരുങ്ങുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹാർദിക് പാണ്ഡ്യ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കോ അതോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്കോ മാറുന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഹാർദിക്കിനെ പോലൊരു ഓൾറൗണ്ടറെ ധോണിയുടെ ചെന്നൈ പാളയത്തിലെത്തിച്ചാൽ അത് ടീമിന്റെ ബാലൻസ് പാടെ മാറ്റിമറിക്കും. അതുപോലെ തന്നെയാണ് സൂര്യകുമാർ യാദവിന്റെ അവസ്ഥയും. മുംബൈ ഇന്ത്യൻസിനായി വർഷങ്ങളായി റൺസ് അടിച്ചു കൂട്ടിയ സൂര്യകുമാറിനെ സ്വന്തമാക്കാൻ KKR കനത്ത നീക്കങ്ങളാണ് നടത്തുന്നത്. സൂര്യകുമാർ വീണ്ടും കൊൽക്കത്തയിലേക്ക് മടങ്ങിയെത്തിയാൽ അത് KKRന്റെ ബാറ്റിംഗ് നിരയ്ക്ക് വമ്പൻ കരുത്താകും. എന്നാൽ അവിടെയും തീർന്നില്ല. രാജസ്ഥാൻ റോയൽസും സൂര്യകുമാറിനായി ശക്തമായ ചർച്ചകൾ നടത്തുന്നുണ്ട്. സൂര്യ രാജസ്ഥാനിലെത്തിയാൽ ആ ബാറ്റിംഗ് ലൈനപ്പിന്റെ ഭീകരത ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ഈ വമ്പൻ താരങ്ങളുടെ കൂടുമാറ്റത്തിന് പകരമായി മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യമിടുന്നത് ആരെയാണെന്ന് അറിയാമോ? ഓസ്ട്രേലിയൻ വമ്പൻ കാമറൂൺ ഗ്രീനെ മുംബൈയിലേക്ക് തിരികെ എത്തിക്കുന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഹർദിക്കിന് പകരക്കാരനായി ഗ്രീൻ വരുമ്പോൾ മുംബൈയുടെ ഓൾറൗണ്ട് പവർ നിലനിർത്താൻ അവർക്കാകും. എന്നാൽ ഹർദിക്കിന് പകരമായി ആയുഷ് ബദോനിയെയോ ബ്രവിസിനെയോ നൽകാൻ മുംബൈ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് അതിന് ഒട്ടും തയ്യാറല്ല. തങ്ങളുടെ യുവതാരങ്ങളെ തൊടാൻ പോലും CSK ആരെയും അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ്. ഇനി നമുക്ക് രാജസ്ഥാൻ റോയൽസിനെ ലക്ഷ്യമിട്ടു നടക്കുന്ന ആ വമ്പൻ അട്ടിമറി നീക്കത്തിലേക്ക് വരാം. രാജസ്ഥാന്റെ ഏറ്റവും വിശ്വസ്തനായ ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ റൺ മെഷീൻ യശസ്വി ജയ്സ്വാളിനെ സ്വന്തമാക്കാൻ മുംബൈ ഇന്ത്യൻസ് കടുത്ത താല്പര്യമാണ് കാണിക്കുന്നത്. ഏത് വില കൊടുത്തും ജയ്സ്വാളിനെ മുംബൈ ടീമിൽ എത്തിക്കാനുള്ള കനത്ത ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. രാജസ്ഥാൻ മാനേജ്മെന്റും
അത്ര പെട്ടെന്നൊന്നും ജയ്സ്വാളിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജയ്സ്വാളിനെ വേണമെങ്കിൽ പകരം തങ്ങൾക്ക് ഒരു ക്വാളിറ്റി സ്പിന്നറെ നൽകണമെന്ന നിബന്ധനയാണ് രാജസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയെ രാജസ്ഥാന് നൽകി ജയ്സ്വാളിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ നോക്കുന്നത്. ഒരു മികച്ച സ്പിന്നർക്കായി കൊതിക്കുന്ന രാജസ്ഥാൻ ഈ ഒരു ഓഫറിന് മുന്നിൽ വീഴുമോ അതോ ജയ്സ്വാളിനെ നിലനിർത്തുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദും ഒരു ക്വാളിറ്റി സ്പിന്നർക്കായി വിപണിയിൽ വല വിരിച്ചു കഴിഞ്ഞു. മിസ്റ്ററി സ്പിന്നർ നൂറിനെ ടീമിലെത്തിക്കാൻ SRH ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ആവശ്യപ്പെടുന്നത് അതിലും മികച്ചൊരു ക്വാളിറ്റി സ്പിന്നറെയാണ്. സ്പിന്നർമാരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഈ വലിയ ചതുരംഗ കളി ഏത് ടീമിന്റെ ഭാഗ്യമാണ് മാറ്റുക എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ പഴയ വജ്രായുധങ്ങളെല്ലാം തിരികെ എത്തിക്കാനുള്ള കടുത്ത വാശിയിലാണ്. തങ്ങളുടെ മുൻ ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷനെ ഏത് കഠിനമായ വില കൊടുത്തും ടീമിലേക്ക് തിരികെ എത്തിക്കാൻ മുംബൈ മാനേജ്മെന്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒപ്പം ഇന്ത്യയുടെ വിശ്വസ്ത പേസർ അർഷദീപ് ദീപ് സിംഗിനെയും ഖലീൽ അഹമ്മദിനെയും തങ്ങളുടെ പേസ് നിരയിലേക്ക് എത്തിക്കാൻ മുംബൈ അതീവ താൽപര്യം കാണിക്കുന്നുണ്ട്. ഖലീലിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ശിവം ദുബെ മുംബൈയിലേക്ക് മാറുന്നത് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് പകരമായി ലക്ഷ്യമിടുന്നത് പഞ്ചാബിന്റെ മാസ് ഫിനിഷർ അശുതോഷ് ശർമ്മയെയാണ്. അശുതോഷിന്റെ ആ കില്ലർ ഫിനിഷിംഗ് മികവ് ചെന്നൈയുടെ മധ്യനിരയ്ക്ക് വലിയൊരു കരുത്താകും. ഒപ്പം ഹൈദരാബാദിന്റെ ഷഹബാസ് അഹമ്മദിനെ സ്വന്തമാക്കാനുള്ള ചർച്ചകളും ചെന്നൈ സജീവമായി നടത്തുന്നുണ്ട്. അവസാനമായി ലക്നൌവും ചെന്നൈയും ഒരേപോലെ ലക്ഷ്യമിടുന്ന മറ്റൊരു വമ്പൻ ഇന്ത്യൻ ഓൾറൗണ്ടറാണ് അക്സർ പട്ടേൽ. ഡൽഹി വിടാനൊരുങ്ങുന്ന അക്സറിനായി ചെന്നൈയും ലക്നൌവും കനത്ത ലേലത്തിനാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ലക്നൌ പ്രശാന്ത് വീറിനെ സ്വന്തമാക്കാനുള്ള ചർച്ചകളും നടത്തുന്നുണ്ട്. ചുരുക്കത്തിൽ IPLലെ വമ്പൻ ടീമുകളെല്ലാം തങ്ങളുടെ പഴയ കോർ ഗ്രൂപ്പുകൾ പൊളിച്ച് പുതിയൊരു യുദ്ധത്തിനാണ് തറക്കല്ലിടുന്നത്. അതേ സുഹൃത്തുക്കളെ, ഹർദിക്കും സൂര്യയും മുംബൈ വിടുന്നതിനെ കുറിച്ചും യശസ്വി ജയ്സ്വാളിനെ സ്വന്തമാക്കാൻ മുംബൈ നടത്തുന്ന ഈ വലിയ നീക്കങ്ങളെക്കുറിച്ചും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഋഷഭ് പന്ത് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തുന്നതാണോ അതോ കുൽദീപ് യാദവ് ലക്നൌവിലേക്ക് പോകുന്നതാണോ ഈ ട്രേഡിലെ ഏറ്റവും മികച്ച തീരുമാനം? വരും ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഈ വലിയ IPL അട്ടിമറികളെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ IPL ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ഈ വമ്പൻ ട്രേഡ് വാർത്തകൾ എല്ലാ ആരാധകരിലും എത്തിക്കുക. IPLലെ ഇതുപോലെയുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.